നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവത്തിൽ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ സ്കൂളിൽ സന്ദർശനം നടത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുടെ ക്ലസ്റ്റർ പരിശോധന ഫലം ലഭിച്ചതിനു ശേഷമേ രോഗകാരണം കൃത്യമായി അറിയാൻ കഴിയൂവെന്നും ഡെപ്യൂട്ടി DMO. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന മറ്റം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ജൂൺ 15-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശതാബ്ദി ആഘോഷത്തിന് തിരിതെളിയിക്കും. പുന്നേർകുളം കുന്നത്തൂരിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് 5 വയസ്സുകാരനടക്കം 3 പേർക്ക് പരിക്ക്. കുട്ടിയുടെ നില ഗുരുതരം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത കോലിക്കരയിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ആളെ ഇടിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞു. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവത്തിൽ തൃശൂർ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TV അനൂപ സ്കൂളിൽ സന്ദർശനം നടത്തി. പ്രധാന അധ്യാപികയുമായി ചർച്ച നടത്തിയതിനു ശേഷം സ്കൂൾ കോമ്പൗണ്ടും കിണറും ടോയ്ലറ്റുകളും പാചകപ്പുരയും പരിശോധിച്ചു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്നും സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കിണർ സൂപ്പർ ക്ലോറിനേഷൻ നടത്തിയതായും സ്കൂൾ കോമ്പൗണ്ടും ക്ലാസ് മുറികളും ടോയ്ലറ്റുകളും അണുനശീകരണം നടത്തിയതിനാൽ പഠനം തുടരുന്നതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വെള്ളം തിളപ്പിച്ചതിനു ശേഷം മാത്രമേ കുട്ടികൾക്ക് നൽകാൻ പാടുള്ളൂവെന്ന നിർദ്ദേശം നൽകിയതായും ഡെപ്യൂട്ടി DMO അറിയിച്ചു. രോഗബാധിതരായ കുട്ടികളുടെ ക്ലസ്റ്റർ പരിശോധന നടത്തിയിട്ടുണ്ട്. റിസൾട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ രോഗകാരണം കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ. ഒരു കുട്ടിയുടെ സ്റ്റൂൾ പരിശോധനയിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അമീബയുടെ വ്യാപനം ഇത്രയധികം ഉണ്ടാകുവാനുള്ള സാധ്യത കുറവാണെന്നും ഡെപ്യൂട്ടി DMO അറിയിച്ചു. ആരോഗ്യ വിഭാഗം ടെക്നിക്കൽ അസിസ്റ്റന്റ് VR ഭരത്കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി, ഹെൽത്ത് സൂപ്പർവൈസർ VJ ജോബി, ഹെൽത്ത് ഇൻസ്പെക്ടർ MK സുരേഷ് ബാബു, ഡോക്ടർ നിഹാര എന്നിവരും DMOയോടൊപ്പം ഉണ്ടായിരുന്നു. പുന്നേർകുളം കുന്നത്തൂരിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് 5 വയസ്സുകാരനടക്കം 3 പേർക്ക് പരിക്ക്. കുട്ടിയുടെ നില ഗുരുതരം. കടിക്കാട് കിട്ടപ്പടി സ്വദേശികളായ കാഞ്ഞങ്ങാട് 36 വയസ്സുള്ള ജിനേഷ്, മകൻ ധ്രുവ്, സഹോദരിയുടെ മകൻ 15 വയസ്സുള്ള ആദി എന്നിവർക്കാണ് പരിക്കേറ്റത്. ദേവാസുരം ബാറിനു സമീപം തിങ്കളാഴ്ച രാത്രിയായിരുന്നു അപകടം. ആൽത്തറ ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബൈക്കും എതിരെ വരികയായിരുന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. മൂവരെയും കാരുണ്യം ആംബുലൻസ് പ്രവർത്തകർ പുന്നേർകുളം ശാന്തി ആശുപത്രിയിലും തുടർന്ന് സേവാഭാരതി ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്ക് സാരമായതിനാൽ കുട്ടിയെയും ജിനേഷിനെയും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റം സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി നിറവിൽ. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് ജൂൺ 15-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന കേന്ദ്രമായ മറ്റത്ത് 1925 ജൂൺ 15-നാണ് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. മറ്റം, ആളൂർ, കണ്ടാണശ്ശേരി, നമ്പഴിക്കാട്, പന്നിശ്ശേരി, അരിയന്നൂർ എന്നീ മേഖലകൾ പ്രവർത്തന പരിധിയായി വരുന്ന ബാങ്ക് കാർഷിക ആവശ്യങ്ങൾക്കുള്ള വായ്പകൾ നൽകി കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കുന്നതിനായാണ് ആരംഭിച്ചത്. വാടക കെട്ടിടത്തിൽ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ബാങ്ക് ഇന്ന് സ്വന്തം സ്ഥലത്ത് പടുത്തുയർത്തിയ ഇരുനില കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഹെഡ് ഓഫീസിന് പുറമെ കണ്ടാണശ്ശേരിയിൽ ബ്രാഞ്ചും ആളൂരിൽ എക്സ്റ്റൻഷൻ കൗണ്ടറും പ്രവർത്തിച്ചു വരുന്നുണ്ട്. കാർഷിക വായ്പയ്ക്ക് പുറമെ വ്യക്തിഗത വായ്പ, വസ്തു പണയ വായ്പ, വ്യവസായ വായ്പ എന്നിവയാണ് പ്രധാനമായും ബാങ്ക് നൽകുന്നത്. കൂടാതെ സ്വർണ്ണ പണയ വായ്പയും പ്രതിമാസ സമ്പാദ്യ പദ്ധതികളും നടത്തുന്നുണ്ട്. 73.36 കോടി നിക്ഷേപമായുള്ള ബാങ്ക് 44.48 കോടി രൂപ വായ്പയായി നൽകിയിട്ടുണ്ട്. 100 വർഷത്തെ ബാങ്കിന്റെ പ്രവർത്തന ചരിത്രത്തിൽ ആദ്യമായി വനിതാ പ്രസിഡന്റ് നേതൃത്വം നൽകുന്ന ഭരണസമിതിയാണ് നിലവിൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ജൂൺ 15 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30-ന് മറ്റം കരിസ്മ പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശതാബ്ദി ആഘോഷത്തിന് തിരിതെളിയിച്ച് തുടക്കം കുറിക്കും. ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA മുഖ്യാതിഥിയാകും. 100% വിജയം വരിച്ച വിദ്യാലയങ്ങൾക്കുള്ള ആദരം മുൻ MP TN പ്രതാപൻ നിർവഹിക്കും. മുൻ MLAമാരായ TV ചന്ദ്രമോഹൻ, PA മാധവൻ, ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം ജോസഫ് ടാജറ്റ്, കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ
ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് MM ജോസ്, മുൻ പ്രസിഡന്റ് MK അപ്പു, ഡയറക്ടർ V ജയശങ്കർ, സെക്രട്ടറി CN രംഗീഷ് എന്നിവർ പങ്കെടുത്തു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത കോലിക്കരയിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ആളെ ഇടിച്ച ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽ കാൽനട യാത്രക്കാരനും ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരിക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ നാട്ടുകാർ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കോലിക്കര മാമ്പയിൽ 67 വയസ്സുള്ള മുഹമ്മദ് ഉണ്ണിയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഓട്ടോറിക്ഷ മറിഞ്ഞതിനെ തുടർന്ന് ഡ്രൈവർ കൊരട്ടിക്കരമറയിൽ രാധാകൃഷ്ണനും ഭാര്യ പ്രിയയ്ക്കുമാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. ഭാരതീയ ഖേദ് മസ്ദൂർ യൂണിയൻ നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കുന്നംകുളം മണ്ഡലം കമ്മിറ്റി എരുമപ്പെട്ടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സർക്കാർ കർഷക തൊഴിലാളികൾക്ക് 5000 രൂപ പെൻഷൻ അനുവദിക്കുക, ഭൂരഹിതർക്ക് ഭൂമി നൽകുക, ജാതി സെൻസസ് നടപ്പിലാക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങളും വേതനവും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. CPI ജില്ലാ കൌൺസിൽ അംഗം KT ഷാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TK മനോജ് കുമാർ അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ഉണ്ടലാത്ത്, കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് KM മണികണ്ഠൻ, AITUC മണ്ഡലം പ്രസിഡന്റ് KV ശങ്കരനാരായണൻ, OK ശശി, ES മുരളി, R മനോജ് കുമാർ, സത്താർ നീണ്ടൂർ, രഞ്ജൻ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് നടത്തി. സംഘടനാ പ്രസിഡന്റ് OKR മണികണ്ഠന്റെ അധ്യക്ഷതയിൽ ഗുരുവായൂർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ P ശിവൻ ഉദ്ഘാടനം ചെയ്തു. ഹോട്ടലുകളിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് വേണ്ട 15 നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ പ്രകാശനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഹർഷിത് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് C ബിജുലാൽ, രവീന്ദ്രൻ നമ്പ്യാർ, NK രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. NP അഷ്റഫ്, MM സന്തോഷ്, ചന്ദ്രബാബു, VS സിജോ, വനിതാ വിംഗ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് അഞ്ചങ്ങാടി വാർഡിൽ കുട്ടികളുടെ പാർക്കിനും ഓപ്പൺ ജിമ്മിനും സമീപത്തായി സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് BM മുഹമ്മദ് ഗസാലിയുടെ ശ്രമഫലമായി പഞ്ചായത്തിലെ 6 ഇടങ്ങളിലാണ് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി സ്വിച്ച് ഓൺ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ ഷൌക്കത്ത് അധ്യക്ഷയായി. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV സുബ്രഹ്മണ്യൻ, കടപ്പുറം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ VP മൻസൂർ അലി, ശുഭ ജയൻ, AV അബ്ദുൽ ഗഫൂർ, സുബൈർ തങ്ങൾ, CK സിദ്ദിഖ്, PK ഷറഫുദ്ദീൻ, VM മനാഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ തെങ്ങിൻ തൈ വിതരണം ചെയ്തു. നാളികേര ഉൽപാദന വർധനവ് ലക്ഷ്യമാക്കിയാണ് കോക്കനട്ട് കൌൺസിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. ഹൈബ്രിഡ് DNT, ചെന്തെങ്ങ്, കുറ്റ്യാടി വിഭാഗത്തിലെ സങ്കര ഇനമായ വൈസ് കോസ്റ്റ് WCT ഇനങ്ങളിലുള്ള 900 തൈകളാണ് വിതരണം ചെയ്യുന്നത്. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ ജസ്ന മരിയ അധ്യക്ഷയായി. കൃഷി അസിസ്റ്റന്റുമാരായ ബൈജു ഫ്രാൻസിസ്, B സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളറക്കാട് ഇടവകയിലെ വിശുദ്ധ മറിയം ത്രേസ്യ കുടുംബ യൂണിറ്റ് വാർഷികാഘോഷം വിശുദ്ധയുടെ തിരുനാൾ ദിനത്തിൽ ആഘോഷിച്ചു. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയുടെ ജൂബിലി പാരിഷ് ഹാളിൽ ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് യേശുദാസ് വടക്കേത്തല അധ്യക്ഷത വഹിച്ചു. സിജോ കുത്തൂർ, ET സേവിയർ, നിഷ ജാക്സൺ എന്നിവർ സംസാരിച്ചു. CG ജാക്സൺ, ഡോക്ടർ ആന്റണി മാസ്റ്റർ, വിനീത സേവിയർ, മോൺസി, ലൈജോ ബോണീസ്, റെജി ഷിജോ എന്നിവർ നേതൃത്വം നൽകി. യൂണിറ്റിലെ മുതിർന്ന അംഗമായ കൂത്തുർ ത്രേസ്യ അന്തോണിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. യൂണിറ്റ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ, സ്നേഹവിരുന്നും ഉണ്ടായി. ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗം കേരള കോൺഗ്രസ് B പ്രതിനിധി TP ഷാഹുവിന്റെ അധ്യക്ഷതയിൽ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടത്തി. ഓവുങ്ങൽ പള്ളിക്കു സമീപമുള്ള മാവ് മുറിച്ചുമാറ്റുന്ന വിഷയം ട്രീ കമ്മിറ്റിക്ക് കൈമാറിയിട്ടുള്ളതായും നിലവിൽ അപകടകരമായ അവസ്ഥയിൽ കാണപ്പെടുന്ന മരങ്ങൾ ട്രീ കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ തന്നെ മുറിച്ചുമാറ്റുമെന്നും PWD ഉദ്യോഗസ്ഥ അറിയിച്ചു. പാവർട്ടി സെന്റ് ജോസഫ് സ്കൂളിന് മുൻവശത്തെ വെള്ളക്കെട്ട് അടിയന്തരമായി പരിഹരിക്കണമെന്ന് തോമസ് ചിറമൽ ആവശ്യപ്പെട്ടു. പൊന്നയിൽ ആനയുടെ കുത്തേറ്റ് മരിച്ച ആളുടെ പോസ്റ്റ്മോർട്ടം വൈകിയതു സംബന്ധിച്ച് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനോട് വിശദീകരണം ആവശ്യപ്പെടണമെന്നും ദേശീയപാത 66-ൽ നിലവിൽ നടന്നുവരുന്ന പണികളുടെ തൽസ്ഥിതി അറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രകൃതിക്ഷോഭമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മുഴുവൻ സമയവും പണിയെടുക്കുന്ന KSEB റവന്യൂ വകുപ്പുകളിൽ ഉദ്യോഗസ്ഥരുടെ അപര്യാപ്തതയുണ്ടെന്ന് NCP പ്രതിനിധി ഷംസുദ്ദീൻ ചൂണ്ടിക്കാട്ടി. മണത്തല പള്ളിത്താടം റോഡിൽ സ്ലാബ് അപകടകരമായ സ്ഥിതിയിൽ കാണപ്പെടുന്നുണ്ടെന്ന് യോഗത്തിന്റെ അധ്യക്ഷൻ ഷാഹു അറിയിച്ചു. വിവിധയിടങ്ങളിൽ അപകടകരമായ രീതിയിലുള്ള സ്ലാബുകൾ ശരിയാക്കുമെന്ന് PWD ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. സ്കൂളുകൾ പുനരാരംഭിച്ച സാഹചര്യത്തിൽ സ്വകാര്യ ബസ്സുകളിൽ ഡ്രൈവർമാർ
ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അടുത്ത യോഗത്തിൽ സമർപ്പിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പിനോട് ആവശ്യപ്പെട്ടു. ട്രോളിംഗ് തുടങ്ങുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യമുയർന്നു. നിലവിൽ സൗജന്യ റേഷൻ നൽകി വരുന്നുണ്ടെന്ന് ഫിഷറീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ട്രോളിംഗ് തുടങ്ങിയ സാഹചര്യത്തിൽ മാർക്കറ്റിൽ ലഭ്യമാകുന്ന മത്സ്യം പരിശോധനയ്ക്ക് വിധേയമാക്കി റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുവാൻ ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർക്ക് കത്തു നൽകുമെന്നും അറിയിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ ദീപ സ്വാഗതം പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വകുപ്പുതല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് തൈക്കാട് മണ്ഡലം കമ്മിറ്റി പരിധിയിലെ ഗുരുവായൂർ നഗരസഭയിലെ 20-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. DCC മുൻ പ്രസിഡന്റ് MP വിൻസെന്റ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി B മോഹൻകുമാർ അധ്യക്ഷനായി. പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ BV ജോയ്, AP ബാബു മാസ്റ്റർ, ജോയ് ചെറിയാൻ, MV ബിജു, AR അരുൺ, K ബാലകൃഷ്ണൻ, MP സനീഷ് എന്നിവർ സംസാരിച്ചു. കുടുംബസംഗമത്തിന്റെ ഭാഗമായി വാർഡ് പരിധിയിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും കലാകായിക മത്സരങ്ങളിൽ വിജയികളായവരെയും അനുമോദിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണ യജ്ഞം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷത വഹിച്ച യോഗം പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ് മുഖ്യാതിഥിയായി. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മരങ്ങളുടെയും ചെടികളുടെയും പരിപാലനം ഏറ്റെടുത്ത് മാതൃകയായ നഴ്സിംഗ് അസിസ്റ്റന്റ് റീന ജോസ്, പാർട്ട് ടൈം ജീവനക്കാരൻ CN ഷാജി എന്നിവരെ പൊന്നാടണിയിച്ച് ആദരിച്ചു. വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ പഞ്ചായത്തിൽ ഏറെ ശ്രദ്ധേയമായ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് പഞ്ചായത്ത് ഭരണസമിതിക്കു വേണ്ടി പ്രസിഡന്റ് അഭിനന്ദനങ്ങൾ അറിയിച്ചു. ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലൂടെ പരിസ്ഥിതി ആരോഗ്യ സന്ദേശ പരിപാടികൾ വാർഡുകൾ തോറും സംഘടിപ്പിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, രമാ ബാബു, ജയന്തി ടീച്ചർ, രാജി വേണു, മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KP ചിന്ത, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PV ശോഭ, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇൻചാർജ് നിത ശ്രീനി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് C തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വൃക്ഷത്തൈകൾക്ക് മുന്നിൽ സംരക്ഷണ ശൃംഖല തീർത്തു. ഈ വർഷവും പുതിയ വൃക്ഷത്തൈകൾ നട്ടു. ആരോഗ്യ ആശാ പ്രവർത്തകർ പരിപാടിക്ക് നേതൃത്വം നൽകി. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് പ്രശസ്ത ഗാനരചയിതാവും സംസ്ഥാന അവാർഡ് ജേതാവുമായ BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ അധ്യക്ഷത വഹിച്ചു. BK ഹരിനാരായണനെ ആശുപത്രിയുടെ ഉപഹാരം നൽകി ആദരിച്ചു. ആശുപത്രി ട്രഷറർ P മോൺസി എബ്രഹാം, മാധ്യമപ്രവർത്തകൻ B ഗിരീഷ്, ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാബു മാത്യൂസ് എന്നിവർ സംസാരിച്ചു. വലിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി കേച്ചേരി MIC അൽ അമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൈലാഞ്ചിയിടൽ മത്സരം സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പാൾ സുജ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക സുമി K റോസ് അധ്യക്ഷയായി. സ്റ്റാഫ് സെക്രട്ടറി ടോം മാർട്ടിൻ, അധ്യാപകരായ രാഹുൽ S ചുങ്കത്ത്, തെസ്നി, ഷാമില, ജിത, ഷാനി മാസ്റ്റർ, രാഹുൽ ബാബു എന്നിവർ സംസാരിച്ചു. മത്സരത്തിൽ AS ആമിനത്ത് സാദിയ, KM ഷംസിയ, KA ഹാദിയ എന്നിവർ വിജയികളായി. SSLC +2 ഉൾപ്പെടെ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പഠനോപകരണ വിതരണവും അനുബന്ധ പരിപാടികളും ഉണ്ടായി. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ SSLC പരീക്ഷയിൽ 100 മേനി വിജയം നേടിയ വിദ്യാലയങ്ങൾക്ക് അനുമോദനവുമായി ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ. മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിനെയും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിനെയുമാണ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ ഉപഹാരം നൽകി അനുമോദിച്ചത്. ഗേൾസ് ഹൈസ്കൂളിനു വേണ്ടി പ്രധാനാധ്യാപിക CEO ഫ്ലോറൻസ്, ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി പ്രധാനാധ്യാപികയുടെ ചുമതലയുള്ള MJ ജിൽസി എന്നിവർ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയാണ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായ ഷാരി ശിവൻ. CPI പ്രവർത്തകരായ ഹരീഷ് നാരായണൻ, ബിനോയ് കാക്കശ്ശേരി, രാജീവ് അച്ചിങ്ങൽ, സുരേഷ് വിനു, രമേഷ് കുമാർ വെട്ടത്ത്, PS രേണുജൻ എന്നിവരും വിദ്യാലയങ്ങളിൽ നടന്ന അനുമോദന ചടങ്ങുകളിൽ സംബന്ധിച്ചു. ഇവിടം പെരുമ്പിലാവിന്റെ സാംസ്കാരിക മുഖമെന്ന കലാസാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണത്തിന്റെ ഭാഗമായി 4 വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടറുകൾ നൽകി. ഇവിടം പെരുമ്പിലാവിന്റെ പ്രസിഡന്റും മുൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗവുമായിരുന്ന പ്രേംരാജ് ചൂണ്ടലാത്ത് വിതരണോദ്ഘാടനം നടത്തി. ഇവിടം സെക്രട്ടറി VK ബഷീർ അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ CA ഷമീർ, AK കബീർ, PA അക്ബർ, KM നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി.
BJP ചെറുവള്ളിപ്പുഴ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണവും നടന്നു. കെ ലീലയുടെ അധ്യക്ഷതയിൽ കുന്നംകുളം BJP മണ്ഡലം പ്രസിഡന്റ് PJ ജബീൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് പഠനത്തെക്കുറിച്ച് വേണുഗോപാൽ ക്ലാസ് എടുത്തു. കമ്മിറ്റി കോർഡിനേറ്റർ ശരത് KM നന്ദി പറഞ്ഞു. പഴവൂർ ആനക്കാക്കിൽ സാമൂഹ്യക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് EM ശ്രീനിവാസൻ, സെക്രട്ടറി AS രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും നേടി അഭിമാന നേട്ടം സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിലാണ് മുഹമ്മദ് മുർസിൽ. UAEയിൽ കേരള സിലബസ് +2 സയൻസ് ഗ്രൂപ്പിൽ മുഴുവൻ മാർക്കും നേടുന്ന ആദ്യ വിദ്യാർത്ഥിയെന്ന പ്രത്യേകതയും മുർസിലിന് സ്വന്തമാണ്. പുന്നൂർക്കുളം പെരിയാട്ടയിൽ മൊയ്തുണ്ണിക്കുട്ടി സാഹിറ ദമ്പതികളുടെ മകനായ മുഹമ്മദ് മുർസിൽ അബുദാബി മോഡൽ പ്രൈവറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ്. പ്രൈമറി തലം മുതൽ ഇവിടെയായിരുന്നു പഠനം. 10ാം ക്ലാസ് പരീക്ഷയിലും എല്ലാ വിഷയങ്ങളിലും A+ നേടിയിരുന്നു. ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹവും അധ്യാപകരുടെ പിന്തുണയുമാണ് വിജയത്തിന്റെ പ്രധാന ഘടകമെന്ന് മുർസിൽ പറയുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എല്ലാ വിഷയങ്ങളും കഠിനമായിരുന്നു. മലയാളത്തിനും ഇംഗ്ലീഷിനും മാത്രമാണ് മുഴുവൻ മാർക്കും കിട്ടുകയെന്നാണ് കരുതിയതെന്നും മുർസിൽ പറയുന്നു. തുടക്കം മുതൽ തന്നെ അബുദാബിയിലാണ് പഠിച്ചത്. 1 മുതൽ 12 വരെ അവിടെ അബുദാബി മോഡൽ സ്കൂളിലായിരുന്നു പഠിച്ചത്. ഇപ്പോൾ +2-ൽ 1200 പ്രതീക്ഷിച്ചതല്ലായിരുന്നു. എന്നാലും അത് കിട്ടിയത് നല്ല അഭിമാന സന്തോഷമുണ്ട്. നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കുടുംബത്തിൽ നിന്നും, ടീച്ചർമാരിൽ നിന്നും, ഫ്രണ്ട്സ് എല്ലാവരുടെ അടുത്തു നിന്നും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് കോട്ടയത്ത് പാല അവിടെ നീറ്റ് കോച്ചിങ്ങിന് ചേരാൻ പോവുകയാണ്. അടുത്ത കൊല്ലത്ത് നീറ്റ് എഴുതി MBBS പഠിക്കാൻ വേണ്ടിയിട്ട്. സ്കൂളിലൊക്കെ പല ആക്ടിവിറ്റീസ് പങ്കെടുക്കാറുണ്ട്. വര, ഫുട്ബോൾ അങ്ങനെയായിട്ട് സ്കൂൾ ടീമിലുണ്ടായിരുന്നു. 3 വർഷത്തിൽ സ്കൂൾ ടീം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. പഠനത്തിനു പുറമെ കലാകായിക മേഖലയിലും മിടുക്കനാണ്. സ്കൂളിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചിത്രം വരയിലാണ് കൂടുതൽ താൽപ്പര്യം. ഫുട്ബോൾ പ്രേമിയായ മുഹമ്മദ് മുർസിൽ സ്കൂൾ ടീമിലും അംഗമാണ്. അപൂർവ നേട്ടത്തോടെ അഭിമാനമായ വിദ്യാർത്ഥിക്ക് അബുദാബിയിലെ സ്കൂളിലും പ്രത്യേക ആദരം നൽകിയിരുന്നു. MBBS നേടിയ ശേഷം സേവനത്തിനായി അബുദാബിയിലേക്ക് തിരിച്ചു പോകാനാണ് മുർസിലിന്റെ ആഗ്രഹം. നീറ്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിനായി കോട്ടയം പാലായിലെ സ്വകാര്യ പരിശീലന കേന്ദ്രത്തിൽ കോച്ചിങ്ങിനും ചേർന്നു കഴിഞ്ഞു. അബുദാബിയിൽ ജോലി ചെയ്യുന്ന മൊയ്തുണ്ണിക്കുട്ടിയുടെ 3 ആൺമക്കളിൽ ഇളയ മകനാണ് മുർസിൽ. സഹോദരങ്ങളായ സിബിൽ, സഹൽ എന്നിവരും വിദേശത്താണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ ഉയർന്ന രീതിയിലാണ് അവൻ നേടിയത്. നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ എത്രയോ ഉന്നതിയിലേക്ക് അവൻ പോയി. അവൻ്റെ പരിശ്രമം, സപ്പോർട്ടും പ്രതീക്ഷയും ഒക്കെ അവന് പൂവണിയിച്ചു. പ്രതീക്ഷിക്കാത്തൊരു വിജയം കിട്ടിയപ്പോൾ വളരെ സന്തോഷം. എന്തായാലും അള്ളാഹുവിന് സ്തുതി. പിന്നെ അവൻ്റെ കഠിന പരിശ്രമം തന്നെ ഭയങ്കര സന്തോഷമാണ്. അവർക്ക് മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ ഫുൾ മാർക്ക് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. വളരെ സന്തോഷം. പെരുമ്പിലാവ് വില്ലന്നൂർ സ്വദേശിയും കുന്നംകുളം ഗരിമ സ്പോർട്സ് ഉടമയുമായിരുന്ന ചാട്ടുകുളങ്ങര മുഹമ്മദ് കുട്ടി മകൻ റാഷിദിന് നാട് യാത്രാമൊഴി നൽകി. 4 വർഷത്തോളമായി ക്യാൻസർ ബാധിതനായി വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു 35-കാരനായ റാഷിദ്. മികച്ച ഫുട്ബോൾ താരവും പഠനകാലത്ത് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ മികച്ച കലാകാരനുള്ള അവാർഡ് ജേതാവുമായിരുന്നു. നാട്ടുകാരുടെ പ്രിയങ്കരനും പൊതുപ്രവർത്തകനും പാട്ടുകാരനുമായിരുന്ന റാഷിദിനെ വീട്ടുകാരും നാട്ടുകാരും ചാച്ചു എന്ന ഓമനപ്പേരിട്ടാണ് വിളിച്ചിരുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4:30-ഓടെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. റാഷിദിന്റെ ആകസ്മികമായ മരണം നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തി. മൃതദേഹം തിങ്കളാഴ്ച രാവിലെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കോട്ടോൽ മഹല്ല് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. കുന്നംകുളം ബദനി കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പരിസ്ഥിതി ദിനാചരണം നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജ്നി പ്രേമൻ അധ്യക്ഷയായി. കൃഷി ഓഫീസർ S ജയൻ കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. റെഡ് ക്രോസ് അംഗങ്ങൾ തൈകൾ നട്ട് ദിനാചരണത്തിന് തുടക്കം കുറിച്ചു. ശുചിത്വം, ആരോഗ്യം, മാലിന്യ സംസ്കരണം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി സിസ്റ്റർ സ്മിത ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വിദ്യാർത്ഥിനി ദിയ ബിനോയ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ചാർട്ട് നിർമ്മാണ മത്സരം സംഘടിപ്പിച്ച മികച്ച ക്ലാസുകൾക്ക് സമ്മാനങ്ങൾ നൽകി. പ്രധാന അധ്യാപിക സിസ്റ്റർ സ്റ്റാർലെറ്റ്, ഇക്കോ ക്ലബ് കൺവീനർ പ്രിൻസി പീറ്റർ, വിൻസിമോൾ, മിന്നു ജോസഫ്, PS സുജ, CJ സ്പെനി എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 118 രൂപ. ചരമം കുന്നംകുളം മടപ്പുട്ടി മലങ്കര ആശുപത്രിക്ക് സമീപം പനിക്കൽ ബാബു നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം വീനാഗൽ സെമിത്തേരിയിൽ നടത്തി. റോസിലി ഭാര്യയും ബിൻസി, റിൻസി, നൈസി എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവത്തിൽ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ സ്കൂളിൽ സന്ദർശനം നടത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുടെ ക്ലസ്റ്റർ പരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷമേ രോഗകാരണം കൃത്യമായി അറിയാൻ കഴിയൂവെന്നും ഡെപ്യൂട്ടി DMO. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മറ്റം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ജൂൺ 15-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശതാബ്ദി ആഘോഷത്തിന് തിരിതെളിയിക്കും. പുന്നേർകുളം കുന്നത്തൂരിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് 5 വയസ്സുകാരനടക്കം 3 പേർക്ക് പരിക്ക്. കുട്ടിയുടെ നില ഗുരുതരം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത കോലിക്കരയിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ആളെ ഇടിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞു. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.